എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 9-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിലെ അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന് വയനാട് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ബാധകമായിരിക്കില്ല എന്നും വയനാട് കളക്ടർ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവധിയായിരിക്കും. കോഴിക്കോട് ജില്ലയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ 9-ാം തീയതി അവധിയായിരിക്കുമെന്ന് കോഴിക്കോട് കളക്ടറും അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ നാളെ 9/7/2026 അവധി പ്രഖ്യാപിച്ചു എന്ന് മലപ്പുറം കളക്ടർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. മറ്റ് അറിയിപ്പിലേക്ക് വന്നാൽ, സംസ്ഥാനത്ത് സപ്ലൈകോയിൽ ജൂലൈ മാസത്തെ വില വിവര പട്ടിക പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. സബ്സിഡി സാധനങ്ങളുടെ പുതിയ വില ഇങ്ങനെയാണ്: ചെറുപയർ 1 കിലോ 85 രൂപ, ഉഴുന്ന് 1 കിലോ 87 രൂപ, കടല 1 കിലോ 63 രൂപ, വൻപയർ 1 കിലോ 68 രൂപ, തുവരപ്പരിപ്പ് 1 കിലോ 83 രൂപ, മുളക് 1 കിലോ 136 രൂപ 50 പൈസ, മല്ലി 1/2 കിലോ 47 രൂപ 25 പൈസ, പഞ്ചസാര 1 കിലോ 34 രൂപ 5 പൈസ, വെളിച്ചെണ്ണ 1 ലിറ്റർ 229 രൂപ, 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയുമാണത്. ജയ അരി 33 രൂപ, കുറുവ അരി 33 രൂപ, മട്ട അരി 33 രൂപ, പച്ച അരി 29 രൂപ. 8 കിലോ അരിയാണ് 2 തവണയായി ജയ, കുറുവ, മട്ട അരികൾ ലഭിക്കുന്നത് എങ്കിൽ ഒറ്റ പ്രാവശ്യമായി 2 കിലോ അരി പച്ചരി 29 രൂപ നിരക്കിൽ ലഭിക്കും. അപ്പോൾ സപ്ലൈകോ സാധനങ്ങൾ വാങ്ങാൻ മറക്കണ്ട. മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ്: ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് BPL മുൻഗണന പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കാനുള്ള സമയ പരിധി 17-ാം തീയതി വരെയാണ്. ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇനിയും അപേക്ഷിച്ചിട്ടില്ലാത്ത ആളുകൾ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ അവസരം എപ്പോഴും ഉണ്ടാകില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ക്ഷേമ പെൻഷൻ തുറന്നും ലഭിക്കുന്നതിന് അർഹതയുണ്ടോ എന്ന പരിശോധന വരും മാസങ്ങളിൽ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. സംസ്ഥാന സർക്കാർ, പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 3000 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വലിയ താമസമില്ലാതെ എത്തിക്കും എന്ന് പ്രസംഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അനർഹരായിട്ടുള്ള ആളുകളെ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അനർഹത മാനദണ്ഡം പരിശോധിക്കുന്ന നടപടി അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അടിസ്ഥാനമാക്കിയിട്ട് നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നിലവിലുള്ള അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരും. നിലവിൽ മാനദണ്ഡങ്ങൾ നോക്കുകയാണ് എങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 2 ഏക്കറിലധികം ഭൂമി, 1000 cc മുകളിലുള്ള വാഹനം, വീട്ടിലെ ഫ്ലോറിംഗ്, അതുപോലെ തന്നെ AC, ഈ മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഭൗതിക സാഹചര്യം വിലയിരുത്തുന്നത്. നിലവിലെ അവസ്ഥയിൽ അർഹരായിട്ടുള്ള പല ആളുകൾക്കും പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ട് എന്ന് ചർച്ച വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെയും അതുപോലെ തന്നെ ലീഗിന്റെ MLA ആയിട്ടുള്ള PK ഫിറോസിന്റെയും സബ്മിഷൻ മറുപടിയായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടിലെ അത്യാധുനിക സൗകര്യങ്ങൾ കൊണ്ട് പെൻഷൻ മുടങ്ങുന്നത് ഉണ്ടാകില്ല എന്നുള്ളതാണ്. AC വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലോറിംഗ് മനോഹരമാക്കിയത് കൊണ്ടോ പെൻഷൻ ഗുണഭോക്താവിൻ്റെത് മുടങ്ങിയേക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആയിട്ടുള്ള മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നതിന് ശേഷമായിരിക്കും പരിശോധനകൾ ആരംഭിക്കുക. അതായത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റേതെങ്കിലും അംഗത്തിന് വരുമാന പരിധി ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ
പാവപ്പെട്ട പെൻഷൻ ഗുണഭോക്താക്കളുടെ പെൻഷൻ മുടങ്ങിപ്പോകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കൾക്ക് വരുമാനം ഉള്ളതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തിയിട്ടുള്ള അച്ഛനോ അമ്മക്കോ അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചത് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയനാണ്. അത് അംഗീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി അനർഹർക്ക് ഒഴിവാക്കുകയും അർഹർക്ക് മാത്രം പെൻഷൻ ലഭിക്കുകയും കൂടുതൽ അർഹരെ ഉൾപ്പെടുത്തുമെന്നും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ പെൻഷൻ അനുവദിക്കുന്നതിന് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട്, 1000 CCക്ക് മുകളിലുള്ള വാഹനം, അതുപോലെ 2 ഏക്കറിലധികം ഭൂമി ഇവയൊക്കെ ഉണ്ട് എങ്കിൽ അർഹതയില്ല. അതുപോലെ തന്നെ AC ഉള്ള വീടുകളിൽ ഉള്ള ആളുകൾക്ക് പെൻഷൻ നൽകുന്നില്ല. വീട്ടിലെ പുറം ഫ്ലോറിംഗ് ടൈൽ പാകിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു പെൻഷൻ നൽകാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ അതിനെല്ലാം ചിലപ്പോൾ മാറ്റം വരും എന്നുള്ളതാണ്. അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് മാത്രമാണ് പെൻഷൻ അനുവദിക്കുന്നത്. അത് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ്. 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ളവർക്ക് തന്നെയായിരിക്കും പെൻഷൻ ലഭിക്കുക. നിലവിൽ ഇപ്പോൾ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുകയും ഈ കഴിഞ്ഞ ജൂൺ 30 വരെ അത് നൽകാനുള്ള സമയവും ഉണ്ടായിരുന്നു. അല്ലാതെ പുതിയൊരു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടില്ല. പിന്നെ മസ്റ്ററിംഗ് ആണ്. എല്ലാ മാസവും ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ് വാർഷിക മസ്റ്ററിംഗ് നടക്കാറുള്ളത്. ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാർ വലിയ താമസമില്ലാതെ മസ്റ്ററിംഗ് പ്രഖ്യാപിക്കും എന്നാണ് കരുതുന്നത്. ഇതുവരെ പുതിയ മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പെട്ടെന്നുണ്ടാകില്ല. സർക്കാർ ഇതിലൊരു നയപരമായിട്ടുള്ള തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പരിശോധനയ്ക്കായിട്ട് ഫീൽഡ് തല ഓഫീസർമാർ വീടുകളിലേക്ക് എത്തുക. ആ ഒരു വിവരമാണുള്ളത്. ജൂലൈ മാസത്തെ പെൻഷൻ ജൂലൈ 21 ശേഷമാണ് ഉണ്ടാകുക. 21 കടമെടുപ്പ് ഉണ്ടാകുക. 23 കൂടി വിതരണം ആരംഭിക്കും. 23, 24 തീയതികളിലായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും. 26, 27 തീയതികളിലായിട്ട് കയ്യിലും പെൻഷൻ വിതരണം സജീവമാവുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. അടുത്ത മാസം 3-ാം തീയതി, 5-ാം തീയതിക്ക് ആകുമ്പോഴേക്കും എല്ലാവർക്കും പെൻഷൻ എത്തിച്ചേരുന്ന തരത്തിൽ തന്നെയാണ് 2000 രൂപയാണ് പെൻഷൻ ലഭിക്കുക. നോട്ടുകൾ ലഭിക്കാറുണ്ട്. ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും നമുക്ക് നൽകിയതാവാം. ഇത്തരത്തിലുള്ള മുഷിഞ്ഞ നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് പിന്നീട് നമുക്കൊരു ബാധ്യതയാകുന്ന കാഴ്ചകളാണ് ഉണ്ടാവാറുള്ളത്. മറ്റാർക്കെങ്കിലും രഹസ്യമായി നൽകാൻ ശ്രമിക്കുകയല്ലാതെ വേറെ വഴിയൊന്നും നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് അറിയില്ല. എന്നാൽ അങ്ങനെയല്ല. ഇത്തരത്തിൽ കീറിയതോ മുഷിഞ്ഞതോ വികൃതമായതോ ആയ നോട്ടുകൾ നിങ്ങളുടെ കൈകൾ ഉണ്ട് എങ്കിൽ വളരെ പ്രയാസമില്ലാതെ തന്നെ നോട്ടുകൾ മാറ്റി വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബാങ്കുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നോട്ടുകൾ മാറ്റി വാങ്ങാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള നോട്ടുകൾ മാറ്റി വാങ്ങാൻ നിങ്ങൾക്ക് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധം ഇല്ല. ഇതിനായി ബാങ്കുകൾക്ക് ഒരു തരത്തിലുള്ള സർവീസ് ചാർജും നൽകേണ്ടതുമില്ല. വികൃതമായ നോട്ടുകൾ ATM മെഷീനിൽ നിന്നും ലഭിച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചട്ടം അനുസരിച്ച് ATMിൽ നിന്നും ലഭിച്ച കീറിയ നോട്ടുകൾ മാറ്റി നൽകുന്നതിന് ബാങ്കുകൾ ബാധ്യസ്ഥരാണ്. 2016 ജൂലൈയിൽ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്ന പ്രകാരം ബാങ്കുകൾ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും മോശം നോട്ടുകൾ മാറ്റിയെടുക്കാൻ വിസമ്മതിക്കുകയാണ് എങ്കിൽ ആ ബാങ്കിന്റെ ഭാഗത്തു നിന്നും 10,000 രൂപ പിഴ ഈടാക്കുമെന്ന് RBI ഉത്തരവുണ്ട്. എല്ലാ ബാങ്കുകളുടെ ശാഖകൾക്കും ഈ നിയമം ബാധകമാണ്. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ATMിൽ നിന്നോ ബാങ്കിൽ നിന്നോ ഒരു മോശം നോട്ട് വന്നാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ബാങ്കിനാണ്. നോട്ടിൽ എന്തെങ്കിലും അപാകത ഉണ്ട് എങ്കിൽ അത് ബാങ്ക് ജീവനക്കാരെ കൊണ്ട് തന്നെ പരിശോധിപ്പിക്കണം. സീരിയൽ നമ്പർ, മഹാത്മാഗാന്ധിയുടെ വാട്ടർമാർക്ക്, ഗവർണറുടെ സത്യപ്രതിജ്ഞ തുടങ്ങിയവ നോട്ടിൽ ദൃശ്യമല്ല എങ്കിൽ ബാങ്കുകൾ നോട്ടുകൾ മാറ്റി നൽകേണ്ടതാണ്. എന്നാൽ ഒരാൾക്ക് ഒരു തവണ ബാങ്കിൽ നിന്നും നോട്ട് മാറ്റുന്നതിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. വികൃതമായ നോട്ട് സംബന്ധിച്ച് റിസർവ് ബാങ്ക് ഇടയ്ക്കിടെ സർക്കുലറും ഇറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ RBI ഓഫീസിലോ മറ്റേതെങ്കിലും പൊതുമേഖലാ ബാങ്കിൽ നിന്നോ ഇത്തരത്തിലുള്ള നോട്ടുകൾ മാറ്റി വാങ്ങാൻ സാധിക്കുന്നതാണ്. ഇതിനൊരു പരിധിയുണ്ട്. റിസർവ് ബാങ്കിന്റെ ചട്ടപ്രകാരം ഒരാൾക്ക് ഒരു തവണ 20 നോട്ടുകൾ മാത്രമേ ഇത്തരത്തിൽ മാറ്റാൻ കഴിയൂ. കൂടാതെ ഈ രൂപയുടെ ആകെ മൂല്യം 5000 രൂപയിൽ കവിയാൻ പാടില്ല. അതായത് 2000 രൂപയുടെ നോട്ടാണ് മാറ്റുന്നത് എങ്കിൽ 2 നോട്ട് ഉണ്ടെങ്കിൽ തന്നെ 4000 ആകും. അപ്പോൾ പിന്നെ മറ്റൊരു നോട്ട് നിങ്ങൾക്ക് മാറ്റി വാങ്ങാനാകില്ല. ഈ പറഞ്ഞത് സാധാരണ നിങ്ങളുടെ മുഷിഞ്ഞ നോട്ടുകളുടെ കാര്യമാണ്. ATMിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കീറിയ നോട്ടുകളോ മുഷിഞ്ഞ നോട്ടുകളോ നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ ഏത് ബാങ്കിൻ്റെ ATMിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് ലഭിച്ചത് എങ്കിൽ അതേ ബാങ്കിൽ തന്നെയാണ് നിങ്ങൾ ഇത് മാറ്റി വാങ്ങാൻ പോവേണ്ടത്. അവിടെ പോയി നിങ്ങൾ ഒരു അപേക്ഷ നൽകണം.
അപേക്ഷയിൽ പണം പിൻവലിച്ച തീയതി, സ്ഥലം എന്നിവ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ATM നിന്നും ട്രാൻസാക്ഷൻ സ്ലിപ്പോ അല്ലെങ്കിൽ മൊബൈലിലേക്ക് വരുന്ന SMS-ന്റെ വിവരങ്ങളോ ഈ അപേക്ഷയിൽ ചേർക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബാങ്ക് നോട്ട് മാറ്റി തരുന്നതാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മുഷിഞ്ഞതോ കീറിയതോ ആയ നോട്ടുകളെ കുറിച്ചാണ്. ഇനി നോട്ടിന്റെ പ്രധാന ഭാഗം കീറിയതോ കത്തിപ്പോയതോ ആയ നോട്ടുകളാണ് നിങ്ങളുടെ കൈവശം ഉള്ളത് എങ്കിൽ അത് നിങ്ങൾക്ക് ബാങ്കിൽ നിന്നും മാറ്റി നൽകില്ല. അതിനുവേണ്ടി റിസർവ് ബാങ്കിന്റെ റീജിയണൽ ഓഫീസിലാണ് നിങ്ങൾ ചെല്ലേണ്ടത്. പുതുതായി ഇറങ്ങിയിട്ടുള്ള 2000 രൂപയുടെ നോട്ടിന്റെ 88% നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ മാത്രമേ ആ നോട്ട് ഈ റീജിയണൽ ഓഫീസിൽ നിന്നും മാറ്റി നൽകുകയുള്ളൂ. ഇനി നോട്ടിന്റെ 44% മുകളിൽ ഉണ്ട് എങ്കിൽ നോട്ടിന്റെ പകുതി മൂല്യം ലഭിക്കും. അതായത് 1000 രൂപ ലഭിക്കും. 200 രൂപയുടെ നോട്ടുകളാണ് എങ്കിൽ 78% നിങ്ങളുടെ കൈവശം ഉണ്ട് എങ്കിൽ മുഴുവൻ മൂല്യവും ലഭിക്കുന്നതാണ്. 39% മുകളിൽ കൈവശം ഉണ്ട് എങ്കിൽ പകുതി മൂല്യവും ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ 20 പീസ് അല്ലെങ്കിൽ പരമാവധി 5000 രൂപക്കുള്ള നോട്ടുകൾ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു ദിവസം സൗജന്യമായിട്ട് മാറ്റി നൽകുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാ ആളുകളും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.